ഓക്കെ അല്ലേ? ഇത്രയും നേരം നമ്മൾ പഠിച്ച ഈ ഒരു ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്സ്? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് ആൻഡ് ഡു വൈൽ മാത്രമാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ്? ഡു വൈൽ ആണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ദെൻ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ എലോങ് വിത്ത് ലൂപ്പ് ഡെഫിനിഷൻ. ലൂപ്പ് ഡെഫിനിഷൻ്റെ ഒപ്പം തന്നെയാണ് ഫോർ ലൂപ്പിൽ ഇനിഷ്യലൈസേഷനും കൊടുക്കുന്നത് അല്ലേ? നമ്മൾ ഫോർ എഴുതിയിട്ട് ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇനിഷ്യലൈസേഷനും ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൻ്റെ ഐട്രേഷനൊക്കെ നമ്മൾ അപ്ഡേഷനൊക്കെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് കൊടുക്കുക. ഇനി വൈൽ ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ ലൂപ്പ് ഡെഫിനിഷന് മുൻപായിരിക്കും നമ്മൾ ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നത്. സെയിം തന്നെയാണ് ഡു വൈലും നടക്കുന്നത്. ഇനിഷ്യലൈസേഷന് മുന്നേ ആയിരിക്കും ലൂപ്പ് ഡെഫിനിഷന് മുന്നേ ആയിരിക്കും ഇനിഷ്യലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഇത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും എന്ന് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കേസ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ രണ്ട് ലൂപ്പും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്നാൽ അതേസമയം ഡു വൈലിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ആദ്യം അത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം അത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, സോ വിൽ എക്സിക്യൂട്ട് ദ ബോഡി അറ്റ്ലീസ്റ്റ് വൺസ് ഈവൻ ദോ ദ കണ്ടീഷൻ ഇസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ക്ലിയർ ആയാലോ? അപ്പോൾ ഈ ഒരു ടേബിളിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ 3 ലൂപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് ആണ്. ഓക്കെ, ലൂപ്പുകളുടെ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഓഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പ് ഒക്കെ പഠിച്ചല്ലേ, ഒരു ലൂപ്പാണ് നമ്മൾ അവിടെ പറഞ്ഞത്. എന്നാൽ ആ ഒരു ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ പ്ലേസിംഗ് ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് വാട്ട്? നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. ഓക്കെ, വെൻ വി നെസ്റ്റ് ടു ലൂപ്സ്, നമ്മൾ രണ്ട് ലൂപ്പ് നമ്മൾ നെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഔട്ടർ ലൂപ്പ് എന്താ ചെയ്യുന്നത്? ഇറ്റ് കൗണ്ട്സ് ദി നമ്പർ ഓഫ് കംപ്ലീറ്റഡ് റിപ്പീറ്റേഷൻസ് ഓഫ് ദി ഇന്നർ ലൂപ്പ്. അതായത് ഇന്നർ ലൂപ്പിൽ കംപ്ലീറ്റഡ് റിപ്പീറ്റേഷൻസിൻ്റെ കൗണ്ടാണ് ആരെടുക്കുന്നത്? ഔട്ടർ ലൂപ്പ് എടുക്കുന്നത്. ഓക്കെ, ഹിയർ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് ഫോർ ദ ടു ലൂപ്സ് ഷുഡ് ബി ഡിഫറെൻറ്റ്. അതായത് രണ്ട് ലൂപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വെക്കുന്നതാണ് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൂപ്പ് വരുമ്പോഴേക്കും നമ്മുടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ലൂപ്പ് വേരിയബിൾ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ലൂപ്പ് വേരിയബിൾ കൊടുക്കുക. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഫോർ ലൂപ്പാണ്. നോക്കിക്കേ, ഫോർ i = 1, i <= 2 പ്ലസ് i. അങ്ങനെ നമ്മൾ ആ ഒരു ലൂപ്പ് ഓപ്പൺ ചെയ്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കണ്ടോ, വേറൊരു ലൂപ്പ് നമ്മൾ കൊടുത്തു. അതായത് ഈ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ലൂപ്പ് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇത്രയും പോർഷൻ കൊടുത്തിരിക്കുന്നത് വേറൊരു ലൂപ്പാണ്. അതായത് ഓൾറെഡി ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു ലൂപ്പ് കൊടുത്തു. ഇവിടെ ഇതിൻ്റെ ലൂപ്പ് വേരിയബിൾ രണ്ടും സെയിം ആണെന്ന് നോക്കിക്കേ. ഫസ്റ്റത്തെ ലൂപ്പിൻ്റെ ലൂപ്പ് വേരിയബിൾ എന്താ? i ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സെക്കൻഡ് വൺ നോക്കിക്കേ, ഫോർ j = 1. കണ്ടോ, ഇവിടെ ലൂപ്പ് വേരിയബിൾ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ലൂപ്പ് നമ്മൾ നെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക? ഓരോ ലൂപ്പിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൂപ്പ് വേരിയബിൾ കൊടുക്കുക. സോ ഫോർ i = 1, i <= 2 പ്ലസ് i. ആദ്യത്തെ ലൂപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ j = 1, j <= 3 പ്ലസ് j എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ലൂപ്പിലാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? cout n /n i, അതായത് i പ്രിന്റ് ചെയ്യുക, അതിനുശേഷം j പ്രിന്റ് ചെയ്യുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൂപ്പ് വേരിയബിൾ എന്താണെന്നുള്ളത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണമെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ്. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട് സ്റ്റാർസിൻ്റെ. ആദ്യം ഒരു സ്റ്റാർ ആണ് നോക്കുക, ഈ അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് ശ്രദ്ധിക്കണം. ആദ്യം ഒരു സ്റ്റാർ ഉണ്ട്, അത് കഴിഞ്ഞ് 2 എണ്ണം, ദെൻ 3 സ്റ്റാർ ഉണ്ട്, 4 എണ്ണം, 5 എണ്ണം, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലേ തരുന്നത്. അത് എന്തെങ്കിലും സം കാണാനോ അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കാനോ പാലിൻഡ്രോം ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് വരാറ്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാ
ഈ ഒരു ട്രയാങ്കിൾസിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ, അതായത് ഈ ഒരു പാറ്റേൺ ഇതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നെസ്റ്റിംഗ് ലൂപ്സ് ആണ്. അപ്പൊ നെസ്റ്റിംഗ് ലൂപ്പ് വെച്ച് എങ്ങനെ ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാം എന്തായിരുന്നു? നമുക്കൊരു സ്റ്റാർസ് ആണ് അല്ലെ, സ്റ്റാർസ് നമുക്ക് ആ ഒരു പാറ്റേണിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ടിങ് ഞാൻ എങ്ങനെയാ ചെയ്യുന്ന അറിയാലോ, ഇത്രയും നേരം നമ്മൾ ചെയ്ത പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് IOStream കൊടുത്തു, യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ. എന്നിട്ട് നമ്മൾ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമുക്ക് ലൂപ്പ് വേരിയബിൾസ് ഇനിഷ്യലൈസേഷൻ ചെയ്യണം. സോ ഇൻഡ് i ആൻഡ് j, i j എന്നാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർ അല്ലേ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടേ, അപ്പം നമ്മളതൊരു ക്യാരക്ടറായിട്ട് കൊടുക്കുകയാണ്. CH നമ്മുടെ സ്റ്റാർ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയി. അപ്പം നമ്മൾ അത്രയും ഇനിഷ്യലൈസേഷൻ ചെയ്തു. ഇനി നമ്മൾ ആദ്യത്തെ ലൂപ്പ്, അതായത് നമ്മുടെ ഔട്ടർ ലൂപ്പ് നമ്മൾ കൊടുക്കുകയാണ്. ഫോർ ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ i = 1 then i less than or equal to 5. എന്തുകൊണ്ടാണ് 5 കൊടുത്തേ? നമുക്ക് ആ ഒരു സ്റ്റാർസ് 5 ലൈനായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അതായത് 1 മുതൽ ആദ്യം ഒരു സ്റ്റാർ, പിന്നെ 2 എണ്ണം, പിന്നെ 3, 4, 5 അങ്ങനെയാണ് നമുക്ക് തന്നിരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ i less than or equal to 5 എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്, ++i കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ന്യൂ ലൈനിലേക്ക് അത് പ്രിന്റ് ചെയ്യണം. കാരണം ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 2 എണ്ണം നമ്മൾ താഴെയല്ലേ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ന്യൂ ലൈൻ കൊടുക്കണം. അപ്പം നമ്മളത് /n നമ്മൾ കൊടുത്തു, ന്യൂ ലൈൻ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇന്നർ ലൂപ്പ് കൊടുക്കുകയാണ്. അടുത്ത ലൂപ്പിൻ്റെ നമ്മൾ വേരിയബിൾ എന്താ കൊടുത്തത്? j ആണ്. സോ j = 1 എന്ന് കൊടുത്തു. ആൻഡ് j less than or equal to i ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രിന്റ് ചെയ്യുക. ഇവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? cout, നമ്മുടെ സ്റ്റാർ പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ CH എന്ന് കൊടുക്കുക. സ്റ്റാർ നമ്മൾ CHലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ പാറ്റേൺ ആണല്ലേ നമുക്ക് തന്നിരുന്നത്. ആദ്യം ഒരു സ്റ്റാർ, അത് കഴിഞ്ഞ് 2 എണ്ണം, ദെൻ 3 സ്റ്റാർ, 4, 5. അപ്പം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ഒരു 5 എന്ന് പറയുന്ന നമ്പർ നമ്മൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ അതിൽ ചേഞ്ചസ് വരും. ഇപ്പം നമ്മളൊരു 15 ആണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പം അതാണ് ഈ ഒരു പ്രോഗ്രാം. ഇപ്പം ക്ലിയർ ആണല്ലോ ഇത്. അടുത്തത് നമ്മൾ പറയുന്നത് നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമ്മൾ ഓൾറെഡി ലൂപ്പ് പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഇതുപോലെ നെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി നെസ്റ്റഡ് വിത്ത് അനദർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ലൂപ്പ് ക്യാൻ കണ്ടെയ്ൻ എ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു ലൂപ്പിന് എന്തുണ്ടാവും? ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതൊന്നില്ലെങ്കിൽ ഇഫ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിച്ച് ആയിരിക്കും. ഇഫ് അല്ലെങ്കിൽ സ്വിച്ച് ആയിരിക്കും നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. And this selection statement can contain a loop such as while, for, do while. അതായത് നമ്മൾ പഠിച്ച 3 ലൂപ്സ് ഉണ്ട് അല്ലേ. ആ ലൂപ്പിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ലൂപ്പായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഇഫ് അല്ലെങ്കിൽ സ്വിച്ച് ആയിരിക്കും യൂസ് ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയണ്ടേ? അതിന് ഈ ഒരു പ്രോഗ്രാം നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് 2 numbers and perform an arithmetic operation based on user's choice. എന്നാൽ നമുക്ക് എന്തൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉള്ളത്? നമുക്ക് അഡീഷൻ ഉണ്ട് അല്ലെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു 3 എണ്ണത്തിന് ഓരോ നമ്പർ കൊടുക്കാം. അതായത് അഡീഷന് നമ്മൾ 1, സബ്ട്രാക്ഷന് 2, മൾട്ടിപ്ലിക്കേഷന് 3, ഡിവിഷന് 4. ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എപ്പോഴും നമ്മളൊരു നമ്പർ ആയിരിക്കുമല്ലോ കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ നമ്പർ കൊടുത്തു. എന്നിട്ട് എന്താ പറയുന്നത്, ഇൻപുട്ട് 2 numbers. അതായത് നമ്മൾ ഏതെങ്കിലും 2 നമ്പർ ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഇതിൽ ഏതാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് യൂസേഴ്സിന്റെ ചോയ്സ് ആണ്. അതായത് ഞാൻ പറയുന്നു ഞാൻ ഇൻപുട്ട് ചെയ്ത 2 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എനിക്ക് കാണേണ്ടത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ചെറിയൊരു കാൽക്കുലേറ്റർ പോലെ അല്ലേ. അതായത് നമ്മൾ 2 നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അതിന്റെ ആൻസർ കാണണം. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ആദ്യം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഡു വൈലും സ്വിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്തത് ചെയ്യാൻ പറ്റും. അതായത് ഏത് വേണമെങ്കിലും നമ്മൾ ഓൾറെഡി ഈ ഒരു 4 അതുപോലെ വൈൽ ഡു വൈലൊക്കെ ചെയ്തപ്പോൾ സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മൾ മാറ്റി ഈ ഒരു 3 ലൂപ്പ് വെച്ചിട്ടും ചെയ്ത് നോക്കിയത് അല്ലേ. അതായത് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡു വൈലും സ്വിച്ചുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരക്ടർ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്, CH എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്താ ഫ്ലോട്ട്, അതായത് 2 നമ്പർ ഇൻപുട്ട് ചെയ്യണമല്ലോ. അതിപ്പോൾ ഫ്ലോട്ട് നമ്പേഴ്സ് ആവാം. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ ഫ്ലോട്ട് ആയിട്ട് കൊടുക്കുകയാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ ഇൻറ്റ് എന്നും പറഞ്ഞ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് N1 N2 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ പറയുന്നു 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ് അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞാലല്ലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂ. സോ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ Cin N1 N2 ആ 2 നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി ഞാനൊരു ഡു വൈലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്ന നോക്കിക്കേ, ആദ്യം തന്നെ നമ്മൾ പ്രിന്റ് ചെയ്ത്, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്ത 2 നമ്പർ ഉണ്ടല്ലോ, ആ നമ്പേഴ്സ് ഏതാന്നുള്ളത് നമ്മൾ കാണിച്ചു തരികയാണ്. ഓക്കെ, സോ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം അടിച്ച നമ്പറും അതിനുശേഷം നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് അടിച്ച നമ്പറും നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം ഞാനൊരു ഓപ്പറേറ്റർ മെനു എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുകയാണ്. ആ ഒരു ഹെഡിങ് കൊടുക്കുന്ന എന്താ, നമുക്ക് താഴെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കാണിക്കാൻ, ആ ഒരു ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് അഡീഷൻ എന്ന് ഞാനൊരു കൊടുത്തു, 1 എന്ന് കൊടുത്തിട്ട് അഡീഷൻ എന്ന് കൊടുത്തു. ദെൻ ഒരു പ്ലസ് ഓപ്പറേറ്റർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 എന്ന് പറഞ്ഞിട്ട് എന്താണ്, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ കൊടുത്തു, ബ്രാക്കറ്റ് ലൈൻ ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്, മൈനസ്. ദെൻ മൂന്നാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഡിവിഷൻ ആൻഡ് 5 എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാണ് എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ ഓപ്പറേറ്റർ. അതായത് നമ്മളിവിടെ ഒരു ഓപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ, 1 2 3 4 5 എന്ന ഓപ്ഷൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഓപ്പറേറ്ററും കൊടുത്തിട്ടുണ്ട്, അതായത് പ്ലസ് മൈനസ് സ്റ്റാർ അതുപോലെ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓപ്പറേറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ആ ഒരു ടൈപ്പ് ചെയ്യുന്നത് എന്താ, CHലേക്കല്ലേ പോകുന്നത്, നമ്മൾ CH എന്ന് കൊടുത്തതിലേക്കാണ് ആ ഒരു ടൈപ്പ് ചെയ്യുന്നത് പോവുക. അപ്പം അത് നമ്മൾ റീഡ് ചെയ്തു. ദെൻ ഞാൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, സ്വിച്ച് CH കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളത് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് കേസ്, അതായത് കേസ് 1 എന്നും കൊടുക്കാം, പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം, ഓപ്പറേറ്ററും കൊടുക്കാം അല്ലേ. നമുക്ക് 1 എന്ന് ടൈപ്പ് ചെയ്താലും അതല്ല സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്താലും, സ്റ്റാർ അല്ല പ്ലസ് എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. നമുക്ക് കേസ് ഇങ്ങനെ 2 രീതിയിൽ കൊടുക്കാം, 1 അല്ലെങ്കിൽ സ്റ്റാർ എന്ന് കൊടുത്തു. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക N1, അതായത് നമ്മുടെ ഫസ്റ്റ് നമ്പർ പ്ലസ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ N2 ഈക്വൽ ടു എന്ത് വരണം, N1 പ്ലസ് N2 എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് കൊടുക്കുക. ഒരു കേസ് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് കൊടുക്കണം. അതുപോലെ നമ്മൾ ബാക്കി എല്ലാത്തിൻ്റെയും സെയിം അതുപോലെ തന്നെ ചെയ്യാണ്. കേസ് 2 മൈനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈനസ് ചെയ്യുക, സബ്ട്രാക്ഷൻ അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതെല്ലാം കൊടുത്തു. ഓക്കെ, എന്നാൽ ലാസ്റ്റ് നമ്മുടെ കേസ് എന്തായിരുന്നു, ഇവിടെ നമുക്ക് ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, 5 എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കതിവിടെ കൊടുക്കാം, കേസ് 5 എന്ന് കൊടുത്തു. ദെൻ ക്യാപിറ്റൽ ലെറ്റർ E കൊടുത്തു, സ്മോൾ ലെറ്റർ E. ഇങ്ങനെ ഈ 3 എണ്ണത്തിൽ ഏത് ടൈപ്പ് ചെയ്താലും എന്ത് ഡിസ്പ്ലേ ചെയ്യുക, ജസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തു. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു താങ്ക് യു മെസ്സേജ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ കൊടുക്കുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും നമ്മളൊരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം അല്ലേ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻസ്, ഈ ഒരു 1 മുതൽ 5 വരെയുള്ള ഓരോ ഓപ്ഷൻസും അല്ല നമ്മൾ ഓർക്കാതെ ഇപ്പോൾ ഒരു 7 8 9 എന്നൊക്കെ പറഞ്ഞാണ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്താ, ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഡിഫോൾട്ടിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വിച്ച് കഴിഞ്ഞു. സ്വിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, നമ്മൾ ഡു വൈലിന്റെ വൈല് നമ്മളിവിടെ കൊടുക്കുകയാണ്. CH not equal to 5 and CH not equal to capital E and CH not equal to small letter E. ആ 3 ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ റിട്ടേൺ 0. നമ്മുടെ ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ക്ലിയർ ആയില്ല എങ്ങനെ എഴുതുന്നതെന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ ഡു വൈൽ സ്വിച്ച് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പർ എൻ്റർ ചെയ്യാൻ പറയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു
12 കൊടുക്കുകയാണ് ആൻഡ് 7 കൊടുക്കും. ഓക്കെ, തന്നെ എന്താ വന്നിരിക്കുന്നത്, നമ്പർ 1, അതായത് ആദ്യത്തെ നമ്പർ 12 എന്നവർ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ നമ്പർ 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ആണ്, ഞാൻ ടൈപ്പ് ചെയ്ത പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. അതിനുശേഷം ഓപ്പറേറ്റർ മെനു എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ട്. നമുക്ക് ഓപ്ഷൻ ഉണ്ട് 1 അഡീഷൻ, 2 സബ്ട്രാക്ഷൻ, 3 മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിവിഷൻ ആൻഡ് 5 എന്ന് പറയുന്നത് എക്സെറ്റ്. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ആ ഒരു മെനു തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാ, എൻ്റർ ഓപ്ഷൻ നമ്പർ ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം 12 - 7ന്റെ അഡീഷൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, 1 എന്ന് ടൈപ്പ് ചെയ്തപ്പോ എന്ത് വന്നു, 12 + 7 = 19. കറക്റ്റ് ആണ് അല്ലേ, തെറ്റൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ആ ഒരു ഓപ്ഷൻ പിന്നെ വരികയാണ്, കാരണം നമ്മൾ ഒരെണ്ണം കൊടുത്തു, അതായത് 12 + 7 കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററും വർക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു സ്റ്റാർ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർ നോക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്താ, 12 × 7 84 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ 84 ആണ് അതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മൾ ഓപ്ഷൻ നമ്പർ കൊടുത്താലും ഓപ്പറേറ്റർ കൊടുത്താലും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് മതി, ഇത്രയും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്നൊരു ഓപ്ഷൻ ടൈപ്പ് ചെയ്യാം. അതെല്ലാം നമ്മൾ ഡിഫോൾട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ നമുക്ക് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ 9 എന്ന് കൊടുത്തു. അപ്പൊ എന്താ, ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞല്ലേ, കണ്ടോ. അപ്പൊ ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞു, അതായത് 9 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അവിടെ ആ ഒരു മെനുവിൽ ഇല്ല. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചു നോക്കാം. അപ്പൊ ഒന്നല്ലെങ്കിൽ 5, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇ, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഇ. ഞാനിപ്പോ 5 അടിച്ചു കൊടുത്തു, എക്സിറ്റ് ആയി, കണ്ടോ, താങ്ക് യു മെസ്സേജ് വന്നു, ക്ലിയർ. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. ഒരു ചെറിയൊരു കാൽക്കുലേറ്റർ അല്ലേ, അതാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തത്. സിമ്പിൾ ആണല്ലോ. അടുത്ത നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ 3ാമത്തെ ടോപ്പിക് ആണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ ജംപ് പ്രസ്താവനകൾ. എന്താണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, the statements that facilitate the transfer of a program control from one place to another are called jump statements. അതായത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൺട്രോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. C++ provides 4 types of jump statements. അതായത് നമുക്ക് 4 ടൈപ്പ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് C++ തരുന്നത്. അത് ഏതൊക്കെയാണ്, റിട്ടേൺ, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് കൂടാതെ C++ന്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ഒരു എക്സിറ്റ് ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫംഗ്ഷനാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. അതായത് ഓരോ ജംപ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, എന്താണ് ജംപ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ സിൻടാക്സും പ്രോഗ്രാം ഒക്കെ വെച്ച് എക്സാമ്പിൾ ആയിട്ടും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് എന്താന്ന് നോക്കാം. ഗോ ടു പ്രസ്താവനകൾ. ഓക്കെ, so the go to statement can transfer the program control to anywhere in the function. അതായത് നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെന്റിന് ആ ഒരു ഫംഗ്ഷനിൽ എവിടേക്ക് വേണമെങ്കിലും ആ ഒരു പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് എ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ലേബൽ. ഇവിടെ ഒരു ലേബൽ ഉണ്ടാവും. ഈ ഒരു ലേബൽ എന്ന് പറയുന്നത് എന്താ, ഒരു ഐഡന്റിഫയർ ആണ്. നമ്മൾ ഐഡന്റിഫയേഴ്സ് ആദ്യമേ പഠിച്ചിട്ടുണ്ട്, ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലേബൽ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ഉണ്ട്. ആൻഡ് ലേബൽ ക്യാൻ അപ്പിയർ ഇൻ ദ പ്രോഗ്രാം ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അതായത് ഗോ ടു സ്റ്റേറ്റ്മെന്റിന് മുൻപോ ശേഷമോ ഈ ഒരു ലേബൽ എന്ന് പറയുന്നത് അപ്പിയർ ചെയ്യും. സോ ദ ലേബൽ ഈസ് ഫോളോഡ് ബൈ എ കോളൻ സിമ്പിൾ. എങ്ങനെയാ, ഒരു കോളൻ സിമ്പിൾ ഉണ്ടാവും. നമുക്കത് എങ്ങനെയാ നോക്കാം. അതിന്റെ സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോ ടു ലേബൽ എന്ന് കൊടുത്തു, ദെൻ ലേബൽ, കണ്ടോ, ലേബലിന് ഒരു കോളൻ കൊടുത്തിരിക്കുന്നുണ്ടോ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതൊരു പ്രോഗ്രാം വെച്ചിട്ട് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് കോഡ് ഫ്രാഗ്മെന്റ് വിച്ച് പ്രിന്റ്സ് നമ്പർ ഫ്രം 1 to 50. 1 മുതൽ 50 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് മുഴുവനായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഫ്രാഗ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഇതിന് മുന്നിലും താഴെയൊക്കെ ആയിട്ട് എന്താ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് ഏകദേശം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സെക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു കോഡ് ഫ്രാഗ്മെന്റ് വെച്ച് നമുക്ക് നോക്കാം.
ഐ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് ഐ ഈക്വൽ ടു 1. നമുക്ക് 1 മുതൽ 50 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യാനുള്ള കോഡാണ്. സോ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താ? ഈ സ്റ്റാർട്ടാണ് ഇവിടത്തെ ലേബൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗോ ടുവിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഗോ ടു ലേബൽ എന്ന് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് ലേബൽ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് കൊടുത്തു. സി ഔട്ട് ഐ പ്ലസ് പ്ലസ് ഐ ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ഗോ ടു സ്റ്റാർട്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഒരു പ്രോഗ്രാം നമുക്കിത് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫോർ ലൂപ്പ് ഒക്കെ പെർഫോം ചെയ്യുന്ന പോലെ തന്നെയാണ്, സെയിം സംഭവം തന്നെ. അതായത് 1 മുതൽ 50 വരെ പ്രിന്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? നമ്മൾ സ്റ്റാർട്ട് ഈ ഒരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളൂ. സോ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 സ്റ്റാർട്ട് കൊടുത്തു. സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഐ പ്രിന്റ് ചെയ്യും അല്ലെ? ആദ്യം നമുക്ക് 1 പ്രിന്റ് ആകും. പ്ലസ് പ്ലസ് ഐ എന്ന് പറയുമ്പോൾ എന്താ? ഐ ഇൻക്രിമെന്റ് ആയി, അതായത് 1 + 1 വന്നു, അതായത് 2 എന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് ആ 2 15-നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാം. 15-നേക്കാളും ചെറുതാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗോ ടു സ്റ്റാർട്ട്, അതായത് സി ഔട്ട് ഐ ഇപ്പൊ എന്താ 2 ആണ്. ഇനി എന്ത് ചെയ്യാം? 2-നെ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുക, 3 ആയിട്ട് വരും. കണ്ടീഷൻ ചെക്ക് ചെയ്യുക, 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ? ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഗോ ടു സ്റ്റാർട്ട്. അപ്പൊ സ്റ്റാർട്ടിൽ വരുമ്പോൾ എന്താ? സി ഔട്ട് ഐ 3 പ്രിന്റ് ചെയ്യും. ഇങ്ങനെ മൊത്തം എവിടം വരെ പ്രിന്റ് ചെയ്യും? 50 വരെ പ്രിന്റ് ആവും. ഓക്കെ, ഇങ്ങനെ പോയി 50 വരെ പ്രിന്റ് ചെയ്തതിന് ശേഷം വരുന്നത് നോക്കിക്കേ, പ്ലസ് പ്ലസ് ഐ. അപ്പൊ അടുത്തത് വരുന്നത് 51 ആണ് അല്ലേ? ഇപ്പൊ 51 വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ? ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോന്ന് ചെക്ക് ചെയ്യാം. അല്ല, 51. അപ്പൊ നമുക്കത് ആ പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 50 വരെ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തത് വരുന്നതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ബ്രേക്ക് പ്രസ്താവന. When a break statement is encountered in a program, it takes the program control outside the immediate enclosing loop for while, do while or which statement. Execution continues from the statement immediately after the control structure. അതായത് നമ്മൾ ബ്രേക്ക് എവിടെ യൂസ് ചെയ്യുന്നത്? സ്വിച്ചിന്റെ കൂടെയാണ് അല്ലേ? അതായത് ഓരോ കേസ് കഴിയുമ്പോഴും നമ്മൾ ബ്രേക്ക് കൊടുക്കും. അപ്പം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ലൂപ്പ് ഏതാണോ അതിലേക്ക് പോകും. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രോഗ്രാമിൽ നടക്കുന്ന പോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു ഫസ്റ്റ് കേസ് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്താ? ആ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ അതിൽ നിന്ന് പുറത്തേക്ക് വരും. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? സ്വിച്ച് പഠിച്ചപ്പോൾ തന്നെ ബ്രേക്ക് എന്താ നമ്മൾ പഠിച്ചതാണ്. ഇനി വരുന്നതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് അനദർ ജംപ് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ് വിത്തിൻ ദി ലൂപ്പ് ബോഡി. അതായത് ലൂപ്പ് ബോഡിയിൽ തന്നെ നമുക്കൊരു ഒരു കോഡിന്റെ ഒരു പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോഴ്സ് ഇൻ ദി നെക്സ്റ്റ് ഐട്രേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഐട്രേഷനെ ഫോഴ്സ് ചെയ്യുക. സോ ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഫോഴ്സസ് ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ്. ബ്രേക്ക് എന്താ ചെയ്യുന്നത്? ആ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോഴ്സ് ചെയ്യുന്നത്. എന്നാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൂപ്പിലെ അടുത്ത ഐട്രേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? നോക്കിക്കേ, for I equal to 1, I less than or equal to 10 plus I. Okay, if I equal 6, continue. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ലൂപ്പ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലൂപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ I equal 6 ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. അതായത് അടുത്ത ഐട്രേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കിക്കേ. നമുക്ക് മെയിനായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതാണ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം നമുക്ക് ആ ഒരു ടേബിൾ തന്നെയാണ്. നോക്കിക്കേ, ബ്രേക്ക് യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്പ്. സ്വിച്ചിൻ്റെ കൂടെയാണ് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ലൂപ്പും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തൊരു പ്രോഗ്രാമിൽ ഡു വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലൂപ്പിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് ബ്രേക്ക് brings the program control outside the switch or loop by skipping the rest of the statement within the block. ആ ഒരു ബ്ലോക്കിൽ നേരത്തെ പറഞ്ഞു തന്നെ ആ ഒരു ബ്ലോക്കിലുള്ള ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരും. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് ആയിരിക്കും പോവുക. Program control goes out of the loop even though the test expression is true. Program control goes out of the loop only when the test expression become false. ഇവിടെ ട്രൂ ആണെങ്കിലും നമുക്ക് പുറത്തേക്ക് വരും, എന്നാൽ ഇവിടെ ഫോൾസ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു പ്രോഗ്രാം കൺട്രോൾ പോവുള്ളൂ.
അപ്പോൾ അതാണ് ഈ ഒരു ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an if statement contains another if statement completely then it is known as dash. എന്താ പറയുന്നത്? ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. ഓക്കെ, നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ലൂപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, അതിൽ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട്. നമുക്കൊരു കോഡ് ഫ്രാഗ്മെന്റ് തന്നിട്ടുണ്ട്. ഫോർ i equal to 1, i less than or equal to 10 പ്ലസ് i സി ഔട്ട് i എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുക? ആദ്യം i എന്ന് പറയുന്നത് 1 ആയിട്ട് വന്നു, എന്നിട്ട് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണല്ലേ, കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഐനെ ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ 2 ആയി. അഗെയിൻ നമ്മൾ 2 ചെക്ക് ചെയ്തു, 10 ആണോ, 10നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്തു, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇത് പോയി നമുക്ക് എവിടം വരെ എഴുതാം? നമ്മളിപ്പോൾ 10 വരെ എത്തി. 10 കഴിഞ്ഞിട്ട് നോക്കുക, 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഇത് ട്രൂ ആണെന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ ഒരു ഇൻക്രിമെന്റ് ഉണ്ട്, ഇവിടെ അപ്ഡേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് 11 വരും. 11 നോക്കിക്കേ, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്താ ഫൈനലി i എന്തായിട്ടാ കിടക്കുന്നത്? 11 ആയിട്ടാ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? സി ആണ് അല്ലേ, 11. അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കുക. ചിലപ്പം ഈ ഒരു ഈക്വൽ ടു ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ 11 ആയിരിക്കില്ല ആൻസർ, 10 ആയിരിക്കും i ആയിട്ട് വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചു നോക്കാം. ദെൻ ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. കണ്ടോ, ഏതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്? ഇതിൽ ഏതാ? ഫോർ, വൈൽ, ഡു വൈൽ, നൺ ഓഫ് ദിസ്. ഇതിൽ ഏതായിരുന്നു എക്സിറ്റ് കൺട്രോൾഡ് ആയിട്ട് നമ്മൾ പഠിച്ചത്? ഡു വൈൽ അല്ലേ, ഡു വൈൽ ആണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ദെൻ how many times the following loop will execute? ഇത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഗ്രാം നോക്കിക്കേ. int s equal to 0, i equal to 0, do s plus equal to i plus plus while i less than 5. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്? i less than 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 5 തവണ 5 ടൈംസ് ഇത് എന്ത് ചെയ്യും? ഇത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ 5th ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? 3 എണ്ണം ഉണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ. ഓക്കെ, അപ്പം നമ്മൾ അതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്തായിട്ടാണ് പറഞ്ഞിരുന്നത്? എൻട്രി കൺട്രോൾഡ് ലൂപ്പായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? ആൻഡ് എക്സിറ്റ് കൺട്രോൾഡിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് ഡു വൈൽ ലൂപ്പാണ്. അപ്പൊ എന്താണ് ഈ എൻട്രി കൺട്രോൾഡും അതുപോലെ എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻട്രി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്, ആ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രം അതിന്റെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പോവുള്ളൂ, അതായത് ബാക്കി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്നാൽ അതേസമയം എക്സിറ്റ് കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം ആ ഒരു ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതിപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എന്ത് ചെയ്യും? ഒരു തവണയെങ്കിലും ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ബോഡിയിൽ കൊടുത്തിരിക്കുന്ന എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അപ്പം അതാണ് എൻട്രി കൺട്രോൾഡും എക്സിറ്റ് കൺട്രോൾഡും. അപ്പം അതിന് എക്സാമ്പിൾ മനസ്സിലായാലോ? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡും ഡു വൈൽ എന്ന് പറയുന്നത് എന്താ? ഒരു എക്സിറ്റ് കൺട്രോൾഡ് ആണ്. ഏറ്റവും ലാസ്റ്റ് അല്ലേ, നമ്മൾ ഡു എഴുതി അതിനുശേഷം ലാസ്റ്റ് വൈലിലാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ പ്രോഗ്രാം ഫോർ ഗെറ്റിംഗ് ദ ഫോളോയിങ് ഔട്ട്പുട്ട്. ഓക്കെ, എന്നാൽ നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കേ, 1 1 2 1 2 3 1 2 3 4. നമ്മൾ സെയിം പാറ്റേൺ തന്നെ സ്റ്റാർസ് വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്ത് നോക്കി അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു കോഡ് ഫ്രാഗ്മെന്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നതിൽ നമുക്ക് 2 ലൂപ്പ് ഉണ്ട്. നമുക്ക് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ 2 ലൂപ്പിൻ്റെ ലൂപ്പ് വേരിയബിൾ ഞാൻ ആദ്യം കൊടുക്കുകയാണ്. int i j, അങ്ങനെ 2 ലൂപ്പ് വേരിയബിൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലൂപ്പ് നോക്കാം. ഫോർ i ഈക്വൽ ടു 1. ഇവിടെ j നമുക്ക് എന്ത്? i for i equal to 1, then i less than or equal to നമുക്ക് എത്രയാ കൊടുക്കുക? ഇവിടെ 4 ആണ് നമുക്ക് വരുന്നത്. 4 then i plus plus. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലൂപ്പ് നമ്മൾ കൊടുത്തു.
ഇനി ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വരുന്ന അടുത്ത ലൂപ്പ്, ഓക്കെ, നമ്മുടെ നെസ്റ്റഡ് ലൂപ്പിൽ എന്താ വരിക? ഫോർ ജെ ഈക്വൽ ടു for j equal to 1, then j less than or equal to I, then j plus plus ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് അപ്പം നമുക്ക് എന്താ കിട്ടുക? സി ഔട്ട്, നമ്മൾ ജെ പ്രിന്റ് ചെയ്യണം അല്ലേ? അപ്പം സി ഔട്ട് ജെ കൊടുക്കുക. ദെൻ അതിനുശേഷം ഒരു സ്പേസ്, അതായത് ഈ ഒരു 1 കഴിഞ്ഞിട്ട് ഒരു ടാബ് കൊടുക്കുക നെക്സ്റ്റ് അടുത്തത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. സോ /t എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ദെൻ സി ഔട്ട് ന്യൂ ലൈനും കൂടെ നമുക്ക് വേണം, അതായത് നമ്മുടെ ഫസ്റ്റത്തെ 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈനിൽ വേണം പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? /n കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. നമ്മൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക് ആയിരുന്നല്ലേ ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അതിൽ ബ്രേക്കും കണ്ടിന്യൂ നമ്മളൊരു ടേബിൾ ആയിട്ട് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്ക് നമ്മൾ മെയിൻ ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യാറ്? നമ്മളെ സ്വിച്ചിന്റെ കൂടെയാണ് ബ്രേക്ക് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് അല്ലേ? സ്വിച്ചും അതുപോലെ തന്നെ നമുക്ക് ലൂപ്പ്, സ്വിച്ചിന്റെ കൂടെയും ലൂപ്പിന്റെ കൂടെയും നമുക്ക് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമുക്ക് ആ ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലൂപ്പിന്റെ പ്രോഗ്രാം കൺട്രോളിന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം നമ്മൾ കണ്ടിന്യൂ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആകെ ലൂപ്പിൽ മാത്രമേ കണ്ടിന്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നേരെ ഇതിന്റെ ബിഗിനിങ്ങിലേക്കായിരിക്കും പോവുക. അതുപോലെ ഈ ഒരു കണ്ടീഷൻ, ആ ഒരു ലൂപ്പ് ഫോൾസ് ആണെങ്കിലും മാത്രമേ അത് ഫോൾസ് ആയിട്ട് മാറുമ്പോൾ ആ ഒരു ലൂപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആയാലും മാത്രമേ പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതാണ് ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ആ ഒരു പഠിച്ച ആ ഒരു ടേബിൾ അതുപോലെ തന്നെ പഠിച്ച് ആ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ while writing a program, Geo uses while loop but forgets to update the loop variable. What will happen? എന്താ സംഭവം? ഒരു while loop ആണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ലൂപ്പിന്റെ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഇൻഫിനിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ലൂപ്പ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാതെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യുക? എന്തായാലും ഈ ഒരു ലൂപ്പ് വേരിയബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പം അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമുക്ക് മെയിൻ ആയിട്ട് 3 രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു അല്ലേ? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. അപ്പോൾ ഇത്രയായിരുന്നു ഇതിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു തന്നതെല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ഇപ്പോൾ പഠിച്ച ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു സിൻടാക്സ് കറക്റ്റായിട്ട് പഠിച്ച് അത് ഓരോ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് നോക്കുക, ഓരോന്ന് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഒരു പേസ് കിട്ടിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ ഒരു 7th ചാപ്റ്റർ, ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അടുത്തത് ഇനി വരാൻ പോകുന്ന 8, 9, 10 ഈ 3 ചാപ്റ്റേഴ്സും ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇത് ബേസ് ആയിട്ട് ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.